നമസ്കാരം. NRIs ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ വിദേശത്താണ്, 3-4 വർഷം കൂടുമ്പോഴായിരിക്കും ഞാൻ നാട്ടിൽ വരുന്നത്. ആ ഒരു സമയത്ത് ഹെൽത്ത് ചെക്കപ്പ് മാത്രമായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പല വർഷങ്ങളായിട്ട് ഞാൻ ക്ലെയിം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? പ്രീമിയത്തിൽ എന്തെങ്കിലും ഇളവ് ലഭിക്കുമോ? അങ്ങനെയുള്ളൊരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് ഡിസ്കസ് ചെയ്യുന്നത്. NRIസിന് വേണ്ടി എസ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ NRIസിന് ഗുണകരമായിട്ടുള്ള ചില ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. HDFC ERGO ഒപ്റ്റിമ സെക്യൂർ, നിവാ ബൂപ്പയുടെ ആസ്പയർ, അതുപോലെ തന്നെ ICICI ലൊംബാർഡിൻ്റെ ഹെൽത്ത് എലിവേറ്റ്, ഈ 3 പ്ലാനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ 3 പ്ലാനുകൾ ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം? HDFC ERGO ഒപ്റ്റിമ സെക്യൂർ എന്ന് പറഞ്ഞ പ്ലാൻ എടുക്കുന്ന എല്ലാവരും, അതായത് ആ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും NRI ആണെങ്കിൽ 40% തൊട്ട് 50% വരെ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തിൽ NRI ആണെങ്കിൽ 40 തൊട്ട് 50% വരെ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഇനി ഹെൽത്ത് എലിവേറ്റ് എന്ന് പറഞ്ഞ ICICI ലൊംബാർഡിൻ്റെ പ്ലാൻ എടുക്കുകയാണെങ്കിൽ 25% പ്രീമിയത്തിൽ നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതായത് 4/3 മാത്രം നമ്മൾ അടച്ചാൽ മതിയാകും. ഇനി നിവാ ബൂപ്പ ആസ്പയറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് GST എമൗണ്ട്, അതായത് ടാക്സ് എമൗണ്ട് നമുക്ക് റീഫണ്ടായിട്ട് വരുന്നതുമുണ്ട്. ഈ 3 പ്ലാനുകളാണ് NRIസിന് ഏറ്റവും മികച്ചതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പ്ലാനുകൾ. ഇനി എന്തൊക്കെയാണ് ഈ പ്ലാനുകളുടെ പ്രത്യേകത? ഈ പ്ലാനുകൾ എങ്ങനെയാണ് NRIസിന് പർച്ചേസ് ചെയ്യാൻ പറ്റുക? ഇതിൽ ക്ലെയിം എങ്ങനെയായിരിക്കും വരുന്നത്? എങ്ങനെയാണ് ക്ലെയിം പ്രീമിയത്തിനെ ബാധിക്കുന്നത്? ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. നമസ്കാരം, എൻ്റെ പേര് സത്യജിത്ത് എസ് പൈ. ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. 2018 തൊട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ സ്വദേശം വരുന്നത് ആലുവ, എറണാകുളം. ഈ 3 പ്ലാനുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഈ 3 ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. HDFC ERGO ജനറൽ ഇൻഷുറൻസ് കമ്പനി, ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ പ്രൈവറ്റ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയായിട്ടുള്ള HDFC ERGO, അവർ അപ്പോളോ മ്യൂണിക്കിനെ ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ ഹെൽത്ത് ബിസിനസ് ചെയ്യുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയായിട്ട് മാറുകയായിരുന്നു ചെയ്തിരുന്നത്. ഒപ്റ്റിമ സെക്യൂർ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടോപ്പ് റേറ്റഡ് പ്രൊഡക്റ്റുകളിലൊന്ന്. ഇൻഡസ്ട്രിയിലെ മറ്റ് ഏത് പ്ലാനുകൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും 100% ക്ലെയിംസ് പേ ചെയ്യുന്ന ഒരേ ഒരു പ്ലാനാണ് HDFC ERGOയുടെ ഒപ്റ്റിമ സെക്യൂർ എന്ന് പറയുന്നത്. യുണീക്കായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് തരുന്ന ഒരു പ്ലാനാണിത്. HDFC ERGOനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ നോക്കുകയാണെങ്കിൽ 98% ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഉണ്ട് കഴിഞ്ഞ 3 വർഷമായിട്ട്. ഇനി കംപ്ലയിൻസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ, അതായത് 10,000 ക്ലെയിമുകൾ സെറ്റിൽ ചെയ്യുമ്പോഴത്തേക്കും 6 ക്ലെയിമുകളിൽ മാത്രമാണ് അവർക്ക് കംപ്ലയിൻസ് വരുന്നത്. അപ്പോൾ കംപ്ലയിൻസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.6% മാത്രമാണ് HDFC ERGOയ്ക്ക് വരുന്നത്. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ക്ലെയിം സെറ്റിൽമെൻറ്റ് കമ്പനി അല്ലെങ്കിൽ ഏറ്റവും ഹാസൽ ഫ്രീ ക്ലെയിം സെറ്റിൽമെൻറ്റ് കമ്പനി എന്ന് പറയുന്നത് ഞാൻ HDFC ERGOനെ ആയിരിക്കും എപ്പോഴും സജസ്റ്റ് ചെയ്യുക. ഇനി ICICI ലൊംബാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ് ICICI ലൊംബാർഡ് എന്ന് പറയുന്നത്. അവരുടെയും ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് എലിവേറ്റ് എന്ന് പറയുന്ന പ്ലാനിൽ യുണീക്കായിട്ട് ഒരുപാട് ബെനിഫിറ്റ്സ്, ഒരുപാട് ആഡ് ഓൺസ് വരുന്നുണ്ട്. മറ്റുള്ള പ്ലാനുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 19ഓളം ഹെൽത്ത് ആഡ് ഓൺസ് നമുക്ക് ഈ ഒരു പ്ലാനിൽ വരുന്നുണ്ട്. ഈ ഒരു പ്ലാനിൽ നമുക്ക് 25% NRI ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. ICICI ലൊംബാർഡിൻ്റെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ നോക്കുകയാണെങ്കിൽ 92%. കംപ്ലയിൻസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ 13 ക്ലെയിംസിനാണ് കംപ്ലയിൻസ് വരുന്നത് ഔട്ട് ഓഫ് 10,000 ക്ലെയിംസ്. ഇനി നിവാ ബൂപ്പ ആസ്പയറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിവാ ബൂപ്പ ആസ്പയർ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ് നിവാ ബൂപ്പ എന്ന് പറയുന്നത്. പുറം രാജ്യങ്ങളിൽ ഓൾമോസ്റ്റ് 42 രാജ്യങ്ങളിൽ ബൂപ്പയുടെ പ്രസൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിവ എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ കമ്പനി ആയിട്ടാണ് ബൂപ്പയുടെ ടൈപ്പ് വരുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളിൽ ഏറ്റവും ഡീസൻറ്റ് ക്ലെയിം സെറ്റിൽമെൻറ്റ് തരുന്നതും ഏറ്റവും ഫാസ്റ്റസ്റ്റ് ക്ലെയിം സെറ്റിൽമെൻറ്റ് തരുന്ന ഒരു കമ്പനിയാണ് നിവാ ബൂപ്പ എന്ന് പറയുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളിൽ 30 മിനിറ്റിൽ ക്ലെയിംസിന് റിപ്ലൈ കൊടുക്കുന്ന ഏക കമ്പനിയും നിവാ ബൂപ്പ തന്നെയാണ്. നിവാ ബൂപ്പയിൽ NRIസിന് വരുന്നൊരു ബെനിഫിറ്റ് GST എമൗണ്ട്, അതായത് 18% GST വരുന്നത് അത് റീഫണ്ടായിട്ട് വരും. അടയ്ക്കുന്ന പ്രീമിയം 100% അടയ്ക്കുവാണെങ്കിലും പിന്നീട് NRI ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും 18% GST എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരികയാണ് NRIസിന് വേണ്ടി ഇതിൽ വരുന്നൊരു ബെനിഫിറ്റ്. ഇനി ഈ 3 പ്ലാനുകളുടെ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആർക്കൊക്കെയാണ് ഈ പ്ലാനുകൾ എടുക്കാൻ പറ്റുക? അഡൽട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 18 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെയുള്ളവർക്കാണ് ആസ്പയർ എന്ന് പറയുന്ന നിവാ ബൂപ്പയുടെ പ്ലാൻ എടുക്കാൻ പറ്റുക. മറ്റ് 2 പ്ലാനുകളും 18 വയസ്സ് തൊട്ട് ഏതൊരു പ്രായക്കാർക്കും എടുക്കാൻ പറ്റുന്ന 2 പ്ലാനുകളാണ്. ഇനി ചിൽഡ്രൻ്റെ എൻട്രി ഏജ് പറയുകയാണെങ്കിൽ 91 ദിവസം തൊട്ട്
25 വയസ്സ് വരെയുള്ളവരെയാണ് HDFC ERGO ചിൽഡ്രൻ ആയിട്ട് കണക്കാക്കുന്നത്. പക്ഷേ നിവ ബൂപ്പയിലും ICICI ലൊംബാർഡിലും 91 ദിവസം തൊട്ട് 30 വയസ്സ് വരെയുള്ളവരെ ചിൽഡ്രൻ ആയിട്ട് കണക്കാക്കുന്നതാണ്. സം ഇൻഷോർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 5 ലക്ഷം തൊട്ട് 2 കോടി വരെ സം ഇൻഷോർഡ് നമുക്ക് HDFC ERGOയിൽ അവൈലബിൾ ആണ്. ICICI ലൊംബാർഡിലാണെങ്കിൽ 5 ലക്ഷം തൊട്ട് 3 കോടി വരെ നമുക്ക് സം ഇൻഷോർഡ് അവൈലബിൾ ആണ്. ആസ്പയറിലാണെങ്കിൽ 5 ലക്ഷം തൊട്ട് നമുക്ക് 1 കോടി രൂപ വരെ സം ഇൻഷോർഡ് അവൈലബിൾ ആണ്. ICICI ലൊംബാർഡ് ഹെൽത്ത് എലിവേറ്റിൽ മാത്രം നമുക്ക് അൺലിമിറ്റഡ് സം ഇൻഷോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് 10 ലക്ഷം 20 ലക്ഷം അല്ലെങ്കിൽ 1 കോടി എന്ന് പറയുന്ന ഒരു ലിമിറ്റ് വെക്കുന്നില്ല. എത്രയാണോ നമ്മുടെ ക്ലെയിം എമൗണ്ട് വരുന്നത് അത് 100% കമ്പനി തന്നെ സെറ്റിൽ ചെയ്യുന്ന ഒരു രീതിയാണ് അൺലിമിറ്റഡ് സം ഇൻഷോർഡ് എന്ന് പറയുന്നത്. ഇനി ഈ പോളിസിയിൽ റൂം റെൻറ്റ് അല്ലെങ്കിൽ ICU റെൻറ്റിൽ ലിമിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കാം. 3 പോളിസിയിലും നമുക്ക് റൂമിനോ ICUനോ അസുഖങ്ങൾക്കോ ലിമിറ്റുകളില്ല. ട്രീറ്റ്മെൻറ്റ്സിന്, അതായത് ഡേ കെയർ പ്രൊസീജിയേഴ്സ് ആയാലും നമുക്ക് ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ്സ് ആയാലും ഹോം കെയർ ട്രീറ്റ്മെൻറ്റ്സ് ആയാലും നമുക്ക് ലിമിറ്റുകളൊന്നുമില്ല. 100% ഈ 3 പോളിസികളും കവർ ചെയ്യുന്നത്. ഓൾട്ടർനേറ്റ് ട്രീറ്റ്മെൻറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആയുർവേദ, യുനാനി, ഹോമിയോപ്പതി അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സിനും നമുക്ക് 100% കവറേജ് കിട്ടുന്നുണ്ട്. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്ന അഡ്മിഷന് മുന്നേയുള്ള ദിവസങ്ങളെയാണ്. ഇപ്പോൾ അഡ്മിഷന് മുന്നേ നമ്മൾ ചെക്കപ്പ് നടത്തുന്നു, അത് നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് രീതിയിലായിരിക്കും വരുന്നത്. ഇനി ഡിസ്ചാർജിന് ശേഷമുള്ള നമുക്ക് എന്തെങ്കിലും ചെക്കപ്പ് നടക്കുകയാണ് അല്ലെങ്കിൽ OP ഫീസ് വരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനിലാണ് വരുന്നത്. അഡ്മിഷന് മുന്നേയുള്ള 60 ദിവസവും ഡിസ്ചാർജിന് ശേഷമുള്ള 180 ദിവസവും 3 പ്ലാനുകളിലും നമുക്ക് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ലിമിറ്റ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി റീസ്റ്റോറേഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് 3 പ്ലാനുകളിലും അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ കൊടുക്കാവുന്ന ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇനി ഈ 3 പ്ലാനുകളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. HDFC ERGO ഒപ്റ്റിമ സെക്യൂറിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് സെക്യൂർ ബെനിഫിറ്റ് അല്ലെങ്കിൽ പ്ലസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 2 യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു 10 lakhsൻ്റെ പോളിസിയാണ് എടുക്കുന്നതെങ്കിൽ സെക്യൂർ ബെനിഫിറ്റിലൂടെ നമുക്ക് 20 lakhsൻ്റെ കവറേജ് ഡേ 1 തൊട്ട് തന്നെ കവർ ചെയ്യാൻ പറ്റും. അതായത് സം ഇൻഷോർഡ് 10 lakhs ആണെങ്കിലും കവറേജ് നമുക്ക് 20 lakhsൻ്റെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പ്ലസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത വർഷം 50% ഓഫ് സം ഇൻഷോർഡ് കൂടി വരുന്നുണ്ടാകും. അല്ലാതെ ഒരു ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷനും 100% കവർ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഈ വർഷം നമ്മൾ 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തു കഴിഞ്ഞാൽ 20 ലക്ഷം രൂപയുടെ കവറേജ് ഇപ്പോൾ തന്നെ ഉണ്ടാകും. അടുത്ത വർഷം നമുക്ക് 35 ലക്ഷം രൂപയുടെ കവറേജ് വരും. അതല്ലാതെ അതിൻ്റെ അടുത്ത വർഷം നമുക്ക് 40 ലക്ഷം രൂപയുടെ കവറേജ് ആയിട്ട് അത് മാറുകയും ചെയ്യും. അപ്പോൾ 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസി എടുക്കുകയാണെങ്കിൽ 4 ഇരട്ടി 40 ലക്ഷം രൂപയുടെ കവറേജ് ക്ലെയിം ചെയ്താലും ഇല്ലെങ്കിലും നമുക്കത് 40 ലക്ഷം രൂപയായിട്ട് മാറുകയും ചെയ്യും. 2 വർഷത്തിൽ 4x ടൈംസ് കവറേജ് തരുന്ന ഒരേ ഒരു പ്ലാനാണ് HDFC ERGOയുടെ ഒപ്റ്റിമ സെക്യൂർ എന്ന് പറയുന്ന പ്ലാൻ. ഇനി ഹെൽത്ത് എലിവേറ്റ് എന്ന് പറയുന്ന പ്ലാനിൽ എനിക്ക് യുണീക്കായിട്ട് തോന്നിയിരിക്കുന്ന 2 ആഡ്-ഓൺസ് ആണ്. ഒന്ന് പവർ ബൂസ്റ്റർ എന്ന് പറയുന്ന ആഡ്-ഓൺ, അതായത് അൺലിമിറ്റഡ് ടൈംസ് ഗ്യാരണ്ടീഡ് ക്യുമുലേറ്റീവ് ബോണസ് 100% വെച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. അതായത് ക്ലെയിം ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ നോക്കുന്നില്ല, 100% വെച്ചിട്ടാണ് ICICI ലൊംബാർഡിൽ ക്യുമുലേറ്റീവ് ബോണസ് കൂടുന്നത്. ഫോർ എക്സാമ്പിൾ 10 ലക്ഷത്തിൻ്റെ പോളിസി എടുക്കുന്നു, നമ്മൾ 10 ലക്ഷം എന്ന് പറയുന്നത് അടുത്ത വർഷം ക്ലെയിം ചെയ്താലും ഇല്ലെങ്കിലും 20 ലക്ഷമായിട്ട് മാറുന്നു. അതിൻ്റെ അടുത്ത വർഷം 30 ലക്ഷമായിട്ട് മാറുന്നു. അങ്ങനെ കൂടി 40, 50, ഒരു 10 വർഷം കഴിഞ്ഞാൽ 1 കോടി രൂപയുടെ കവറേജ്, അങ്ങനെ അൺലിമിറ്റഡ് ടൈംസ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇൻഫിനിറ്റി കെയർ എന്ന് പറഞ്ഞൊരു ആഡ്-ഓണും കൂടി ICICI ലൊംബാർഡിൻ്റെ ഹെൽത്ത് എലിവേറ്റ് എന്ന് പറഞ്ഞ പ്ലാനിൽ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു 10 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുകയാണ്, അതിൽ ഇൻഫിനിറ്റ് കെയർ എന്ന് പറഞ്ഞൊരു ആഡ്-ഓൺ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ ഒരു 30 lakhsൻ്റെ ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഫിനിറ്റ് കെയർ ആഡ്-ഓൺ ട്രിഗർ ചെയ്തിട്ട് നമുക്ക് 30 lakhs ക്ലെയിം സെറ്റിലായി വരുന്നതാണ്. അത് അൺലിമിറ്റഡ് സം ഇൻഷോർഡ് ആ ക്ലെയിമിന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ലൈഫ് ലോങ് ഒരൊറ്റ ക്ലെയിമിന് മാത്രമായിരിക്കും ഒരു പോളിസിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക. പിന്നീടുള്ള റിന്യൂവൽ സമയത്ത് ഈ ഒരു ആഡ്-ഓൺ നമുക്ക് ആഡ് ചെയ്യാനും പറ്റുന്നതല്ല. അപ്പോൾ ഈ 2 ബെനിഫിറ്റ്സ് യുണീക്കായിട്ടുള്ള ICICI ലൊംബാർഡിന് മാത്രമായിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ്. ഇനി നിവ ബൂപ്പ ആസ്പയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെറ്റേണിറ്റി നമുക്ക് നിവ ബൂപ്പ ആസ്പയറിൽ യുണീക്കായിട്ടുള്ള ബെനിഫിറ്റാണ്. 9 മാസത്തിൽ മെറ്റേണിറ്റി കവർ ചെയ്യുന്ന വളരെ ചുരുക്കം പ്ലാനുകളിൽ ഒന്നാണ് നിവ ബൂപ്പയുടെ ആസ്പയർ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും മികച്ചൊരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് മറ്റേത് മെറ്റേണിറ്റി ബെനിഫിറ്റ് പ്ലാനുകളായാലും 100% സം ഇൻഷോർഡും ന്യൂ ബോൺ ബേബിക്ക് കവർ ചെയ്യുന്നില്ല. പക്ഷേ നിവ ബൂപ്പ ആസ്പയറിൽ നമുക്ക് 100% സം ഇൻഷോർഡ് ന്യൂ ബോൺ ബേബിക്ക് കവർ ചെയ്യാവുന്നതാണ്. 10 ലക്ഷം രൂപയുടെ ഒരു സം ഇൻഷോർഡുള്ള പോളിസി എടുക്കുകയാണെങ്കിൽ നമുക്ക് 9 മാസത്തിന് ശേഷം ന്യൂ ബോൺ ബേബിക്ക് 10 lakhs rupees തന്നെ കവറേജ് കിട്ടുന്നതുമാണ്. നിവ ബൂപ്പ ആസ്പയറിൽ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്ലെയിം ചെയ്യാത്തടത്തോളം കാലം വരെ പ്രീമിയം ലോക്കായിട്ട് നിൽക്കുന്നതാണ്. സാധാരണഗതിയിൽ ഏതൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് പ്രായത്തിനനുസരിച്ച് പ്രീമിയത്തിൽ ഡിഫറൻസ് വരും. ഇപ്പോൾ 35-ാമത്തെ വയസ്സിലാണ് നമ്മൾ പോളിസി എടുക്കുന്നത്, 36-ാമത്തെ വയസ്സിൽ നമുക്ക് പ്രീമിയം ചേഞ്ച് വരും. അതുപോലെ തന്നെ 41, 46 അങ്ങനെ 5 വർഷത്തെ ഏജ് സ്ലാബിലാണ് പ്രീമിയം ചേഞ്ച് ചെയ്യുന്നത്. ഇനി അഥവാ നിവ ബൂപ്പയുടെ ആസ്പയർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ 35 വയസ്സിൽ പോളിസി എടുത്തു കഴിഞ്ഞാൽ 36-ാമത്തെ വയസ്സ് വരെ നമ്മൾ ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ എൻട്രി ഏജിൽ അതേ പ്രീമിയം തന്നെയായിരിക്കും നമ്മൾ അടയ്ക്കേണ്ടത്.
ഇതാണ് നിവാബൂപ്പ ആസ്പെയറിനെ NRIസിനെ അട്രാക്റ്റ് ചെയ്യുന്ന മറ്റൊരു പോയിന്റ്. അതുപോലെ തന്നെ നിവാബൂപ്പ ആസ്പെയറിൽ സം ഇൻഷുർഡ് കൂടുന്ന രീതി നോ ക്ലെയിം ബോണസ് ത്രൂ അല്ല. നമ്മൾ യൂസ് ചെയ്യാത്ത സം ഇൻഷുർഡ് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതാണ് നിവാബൂപ്പ ആസ്പെയറിൻ്റെ രീതി. ഏജിനനുസരിച്ച് ഒരു തവണ തൊട്ട് 10 തവണ വരെ ക്യാരി ഫോർവേഡിംഗ് ഉള്ള പ്ലാനുകൾ നിവാബൂപ്പ ആസ്പെയറിലുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ 10 ലക്ഷത്തിൻ്റെ പോളിസി എടുക്കുകയാണ്, നിവാബൂപ്പ ആസ്പെയർ ടൈറ്റാനിയമാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ 10 lakhs യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ അത് 20 lakhs ആയിട്ട് മാറും. ഈ വർഷത്തെ 10 lakhs കഴിഞ്ഞ വർഷം യൂസ് ചെയ്യാത്ത 10 lakhs കൂടി കൂടിയിട്ടായിരിക്കും റിന്യൂവലിൽ വരുന്നത്. അതുപോലെ തന്നെ നിവാബൂപ്പ ആസ്പെയർ മറ്റുള്ള വേരിയൻസിൽ നമുക്ക് മിനിമം 2 or 3 times വരെ നമുക്ക് ക്യാരി ഫോർവേഡിങ് അവൈലബിൾ ആണ്. ഇപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും NRIസിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാനുകൾ തന്നെയാണ് ഈ 3 പ്ലാനുകൾ. ഇനി എങ്ങനെയാണ് ഈ 3 പോളിസികളിലും NRI ഡിസ്കൗണ്ട് ലഭ്യമാകുന്നത്? HDFC ERGO ഒപ്റ്റിമ സെക്യൂർ എന്ന് പറയുന്ന പ്ലാനിൽ NRI ഡിസ്കൗണ്ട് ലഭ്യമാകണമെങ്കിൽ ആ പോളിസി ഹോൾഡേഴ്സ് എല്ലാവരും NRI സ്റ്റാറ്റസിലുള്ളവരായിരിക്കണം. NRI സ്റ്റാറ്റസ് തെളിയിക്കാനായിട്ട് നമുക്ക് 3 ഡോക്യുമെൻറ്റ്സ് ആണ് കൊടുക്കുന്നത്. 1 പ്രപ്പോസറിൻ്റെ ഇൻകം പ്രൂഫ്, 2 എല്ലാവരുടെയും പാസ്പോർട്ട്, 3 എല്ലാവരുടെയും റെസിഡൻറ്റ് ID അല്ലെങ്കിൽ വിസ കോപ്പി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി ഇൻകം പ്രൂഫിന് സാധാരണഗതിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റോ സാലറി സ്ലിപ്പോ ജോബ് കോൺട്രാക്റ്റോ ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ ഈ 40 തൊട്ട് 50% ഡിസ്കൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യുന്ന വർഷം നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. ഇപ്പം നമ്മൾ 3 വർഷമായിട്ട് HDFC ERGOയുടെ ഒപ്റ്റിമ സെക്യൂർ തുടർന്ന് വരുന്നതാണ്, നമുക്ക് NRI ഡിസ്കൗണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 4ാമത്തെ വർഷം നമ്മളൊരു ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ആ വർഷത്തെ ഡിസ്കൗണ്ട് മാത്രം നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. ബാക്കി മുന്നത്തെ വർഷങ്ങളിലെയും അതുപോലെ തന്നെ ക്ലെയിം ചെയ്ത ശേഷം അടുത്ത വർഷം റിന്യൂ ചെയ്യുമ്പോഴും NRI ആണെങ്കിൽ നമുക്ക് ആ ഡിസ്കൗണ്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഏതൊക്കെ വർഷങ്ങളിലാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത് ആ വർഷങ്ങൾ മാത്രമായിരിക്കും നമുക്ക് ആ ഡിസ്കൗണ്ട് തിരിച്ചടക്കേണ്ടി വരിക. ബാക്കി എല്ലാ വർഷങ്ങളിലും നമുക്ക് ആ ഡിസ്കൗണ്ട് ലഭ്യമായിക്കൊണ്ടിരിക്കും. ICICI ലൊംബാർഡ് ഹെൽത്ത് എലിവേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 25% NRI ഡിസ്കൗണ്ട് വരുന്നത്. HDFC ERGOയിലെ പോലെ തന്നെ ICICI ലൊംബാർഡിൽ നമുക്ക് 3 NRI ഡോക്യുമെൻറ്റ്സ് ആണ് ഈ ഡിസ്കൗണ്ട് ലഭ്യമാകാനായിട്ട് കൊടുക്കേണ്ടത്. 1 എംപ്ലോയ്മെൻറ്റ് പ്രൂഫ്, അതിനേതെങ്കിലും ഫോറിൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ജോബ് കോൺട്രാക്റ്റോ സാലറി സ്ലിപ്പോ സാലറി സർട്ടിഫിക്കറ്റോ ഏതെങ്കിലും ഒന്ന്, അവിടുത്തെ റെസിഡൻറ്റ് ID, അതുപോലെ തന്നെ അവിടുത്തെ അഡ്രസ് പ്രൂഫ്. ഈ 3 കാര്യങ്ങളായിരിക്കും നമ്മൾ NRI ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ICICI ലൊംബാർഡിൽ ഈ NRI ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് കൊടുക്കേണ്ടത്. ICICI ലൊംബാർഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലെയിം ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് ആ ഡിസ്കൗണ്ട് തിരിച്ചടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാ വർഷവും നമുക്ക് 25% ഡിസ്കൗണ്ട് ലഭിച്ചുകൊണ്ടിരിക്കും. അത് നമുക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ ആദ്യത്തെ 5 വർഷത്തേക്ക് മാത്രമായിരിക്കും ഈ ഡിസ്കൗണ്ട് ലഭ്യമാകും. മാക്സിമം അപ് ടു 5 years മാത്രമാണ് ഈ 25% NRI ഡിസ്കൗണ്ട് ലഭ്യമാകുന്നത്. നിവാബൂപ്പ ആസ്പെയറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് 18% GST എമൗണ്ട് ആണ് റീഫണ്ടായി വരുന്നത് ഫോർ NRIs. ഇപ്പോൾ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ നെറ്റ് പ്രീമിയം, അതായത് ടാക്സ് കഴിഞ്ഞിട്ടുള്ള പ്രീമിയം മാത്രമായിരിക്കും നമുക്ക് ഇൻഎഫക്റ്റീവ് നമ്മളെ ബാധകമായിരിക്കാം. അടയ്ക്കുന്ന സമയത്ത് നമ്മൾ 100% ടാക്സ് ഉൾപ്പെടെയുള്ള പ്രീമിയം അടയ്ക്കുകയാണെങ്കിലും NRI ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ, അതായത് എംപ്ലോയ്മെൻറ്റ് പ്രൂഫും ഫോറിൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും പാസ്പോർട്ടും വിസ കോപ്പിയൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന എമൗണ്ട് 18% GST നമ്മുടെ NRI അക്കൗണ്ടിലോട്ട് റീഫണ്ടായി വരുന്നതാണ്. ഇത് എത്ര വർഷത്തേക്ക് വേണമെങ്കിലും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ക്ലെയിമിനെ ഈ പറയുന്ന GST എമൗണ്ട് റീഫണ്ട് ബാധിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ ഒരു NRI ആണ്, നിങ്ങളൊരു ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നോക്കുന്നതെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്ലാൻ HDFC ERGO അല്ലെങ്കിൽ ICICI ലൊംബാർഡ് അല്ലെങ്കിൽ നിവാബൂപ്പ തന്നെയാണ്. നിങ്ങൾക്ക് ആവശ്യകത എന്താണോ, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, അതിനനുസരിച്ച് മാത്രം വേണം നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ സെലക്ട് ചെയ്യാൻ. ഈ 3 പ്ലാനുകളായിരിക്കും ഞാൻ ഏതൊരു NRIസിനും പ്രൈമറിലി സജസ്റ്റ് ചെയ്യാറ്. ഈ പ്ലാനുകളെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും NRI ആണ്, ഇതുവരെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ല അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ജനറൽ ഇൻഷുറൻസ് ഇൻഫർമേഷനായിട്ട് ഫിൻസുരക്ഷ സബ്സ്ക്രൈബ് ചെയ്യുക. വൺസ് അഗൈൻ ദിസ് ഈസ് യുവർ ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ്റ് സത്യജിത് എസ് വൈ. നന്ദി, നമസ്കാരം.